ഹായ് ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. സമാധാനപരമായിട്ടുള്ളൊരു സൺഡേ ആണ്. ഞാൻ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെയിലത്ത് നിന്നിട്ടാണ്. എന്തിനാണെന്നല്ലേ, വേറൊന്നുമില്ല, ക്ലീൻ ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ജനലും വാതിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൺഗ്ലാസ് വെച്ചേക്കണ വേറൊന്നുമില്ല, നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. അങ്ങനെ കുറേ നേരത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട്, പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അമ്മയ്ക്കെന്തോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. പിന്നെ ഞാൻ പോണതിന് മുന്നേ ജസ്റ്റ് ഒരു ബുക്ക് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഞാൻ വായിച്ചുകൊണ്ടിരിക്കണ ബുക്കാണ്, പകുതി ആയിട്ടേ ഉള്ളൂ. ഫുള്ള് ആയിട്ട് ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പകുതി ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. സോ ഇതാണ് ബുക്ക്. ഇതിപ്പോൾ മിറർ ഇമേജ് ആയിട്ടായിരിക്കും കാണുന്നത്. റീഡ് പീപ്പിൾ ലൈക്ക് എ ബുക്ക്. അപ്പോൾ പാട്രിക് കിങ്ങിൻ്റെ ബുക്കാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒരു എത്ര എത്തി 73 എത്തിയിട്ടേ ഉള്ളൂ, 73 പേജസ് ആയിട്ടേ ഉള്ളൂ. ഇതുപോലത്തെ വേറൊരു ബുക്കുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്, അത് എന്തെങ്കിലും ഉണ്ട്. ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതും ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് ഫുള്ള് വായിച്ചിട്ടുണ്ട്. ഈ ബുക്കിന് വായിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, ബിക്കോസ് ഇതിൻ്റെ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് വായിച്ചെടുത്തത്. ബട്ട് ഭയങ്കര വർത്ത് ആയിട്ടുള്ളൊരു ബുക്കാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബുക്ക് കൈൻഡ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. അതിൽ ഫുള്ള് വായിച്ചതിന് ശേഷം ഒരു റിവ്യൂ ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ മെൻഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ ഒരുപാട് ബുക്ക് വായിക്കുന്ന, അങ്ങനെ ഒരു പുസ്തകപ്പുഴുവൊന്നുമല്ല, ഒത്തിരി ബുക്ക് വായിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ച് ബുക്സൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു എങ്ങനെ പോയാലും ഒരു മന്ത്ലി ഒരു 1 or 2 ബുക്സൊക്കെ എന്തായാലും വായിക്കാറുണ്ട്. അപ്പോൾ ഞാനെല്ലാം വായിക്കും, ഫിക്ഷൻ നോൺ ഫിക്ഷൻ എല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ ബുക്ക് റീഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബുക്സിൻ്റെയോ അല്ലെങ്കിൽ ബുക്സിൻ്റെ റിവ്യൂയോ അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഐ കൻ ഡു എ ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, എന്തായാലും ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യാം. അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഈ ബുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എടുത്തതേ ഉള്ളൂ. ഈ ബുക്കിൻ്റെ കൂടെ ഞാൻ 2-3 ബുക്ക് കൂടെ എടുത്തിട്ടുണ്ട്, ആർട്ട് ഓഫ് ബീങ് അലോൺ, അല്ലാണ്ട് ഒരു 2 ബുക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ബുക്ക് ആക്ച്വലി ഞാൻ വാങ്ങി ഫോർ യു ഗൈസ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 20K ഫോളോവേഴ്സ് ആകുമ്പോൾ എന്തായാലും ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ ഒരു ബുക്കാണ് എടുത്തത്, ഡു ഇറ്റ് ടുഡേ, ഓവർകം പ്രോക്രാസ്റ്റിനേഷൻ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഒക്കെയാണ്. അപ്പോൾ ഐ തോട്ട് എൻ്റെ ഓഡിയൻസിന് എന്തായാലും ഹെൽപ്ഫുൾ ആണ്. ഞാനത് പൊട്ടിച്ചിട്ടും കൂടി ഇല്ല, അതാ കണ്ട കവറുണ്ട്, പൊട്ടിച്ചിട്ടില്ല. ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ഇറ്റ്. ഇത് ഞാൻ എന്തായാലും ഡയറക്റ്റ്ലി തരും. ഗിവ് അവേക്ക് വേണ്ടി ഞാൻ വേറെ കുറച്ച് ഗിഫ്റ്റ്സും വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ ബുക്കിൻ്റെ അത് കാണിച്ചതുകൊണ്ട് ഞാൻ ആ ബുക്കും കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്ത് പോവാണ്. സോ പുറത്ത് പോയിട്ട് വരാം. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ചാല മാർക്കറ്റിലേക്കാണ്. ചാലയിൽ പോയാൽ എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യം, നേരെ ആസാദിലേക്ക് പോകും. ആസാദിലെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട്സിനോട് പോകുമ്പോഴാണെങ്കിലും നേരെ ഫസ്റ്റ് പോകുന്നത് ആസാദിലേക്കാണ്. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുള്ളൂ. അങ്ങനെ അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ചാലയിൽ നിന്ന് വാങ്ങി. പിന്നെ ഞാനൊരു കമ്മൽ കണ്ടായിരുന്നു, ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വാങ്ങി. പിന്നെ ജയലക്ഷ്മിയിൽ കയറിയത് ആക്ച്വലി അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിരുന്നു കയറിയത്, പക്ഷേ അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സ് എടുത്തു. ഞാൻ കുറച്ച് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി, ചുരിദാർ സെറ്റ്. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു 3 ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിനകത്തുനിന്ന് ഞാൻ രണ്ടാമത് കാണിച്ചതാണ് എടുത്തത്, ഒരു ലെമൺ ഗ്രീൻ ആ ഒരു കളർ, അതാണ് ഞാൻ എടുത്തത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ അത്ര നല്ലതായിരുന്നില്ല, കുറച്ച് കുത്തുന്ന ഒരു മെറ്റീരിയൽ പോലെ ആയിരുന്നു. മറ്റത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. സമയം ഇപ്പോൾ 5:10 ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ ഇരുന്നു, വെറുതെ കുറേ നേരം ഇരുന്നു, റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, വൈകിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും, രാത്രി ആകുമ്പോഴേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതുവരെ വെറുതെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ്, ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സൺഡേസും വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ടൊക്കെ ഭയങ്കരമായിട്ട് സൺഡേസും വർക്ക് ചെയ്യും, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാണ്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ നമ്മുടെ ഹെൽത്തും മോശമാവും, അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബേൺ ഔട്ട് സംഭവിച്ച് വന്നപ്പോഴേക്കും പിന്നെ അത് മെല്ലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സൺഡേസ് സാറ്റർഡേസ് അങ്ങനെ അധികം വർക്ക് ചെയ്യാറില്ല. കുറച്ചും കൂടെ അല്ലാത്ത കാര്യങ്ങൾക്കും റെസ്റ്റിനും ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും. ഞാൻ വീക്ക്ലി
വീക്ക് ഡേയ്സിൽ ഞാൻ ചെറിയ കണ്ടൻറ്റിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ചെറിയ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. വർക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യും. അതല്ലാണ്ട് ഷൂട്ടിംഗ് ഒക്കെ കൂടുതലും ഇപ്പോൾ സാറ്റർഡേ സൺഡേസ് ആണ് ചെയ്യണത്. കാരണം ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡാവും. ഒരു ചെറിയ റീൽ എടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ടാസ്കുകളും, എല്ലാ കോണ്ടൻറ് ക്രിയേഷൻ്റെ ടാസ്കുകളും ഞാൻ ബാച്ചിങ് ആയിട്ടാണ് ചെയ്യണത്. പിന്നെ കുറച്ചും കൂടെ പണ്ടാണെങ്കിൽ എനിക്ക് മൺഡേ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലയൻറ്റ് വർക്കൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സൺഡേ രാത്രി അല്ലെങ്കിൽ സൺഡേ മൊത്തം ഇരുന്ന് ചെയ്യണ ഒരു പ്രകൃതി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീക്ക് ഫുള്ള് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് ടൈം മാനേജ്മെൻറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഞാനതിൽ ഫുൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീക്ക് ഫുള്ള് ഞാൻ സൺഡേസാണ് ഞാനൊന്ന് റീസെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എവിടെയൊക്കെ ഞാൻ എന്തൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഇത് മൊത്തം ഞാനൊന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് സൺഡേസ്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജസ്റ്റ് ഇറ്റ് ഹാർഡ്ലി ടേക്സ് ലൈക്ക് ഹാഫ് ആൻ അവർ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് നെക്സ്റ്റ് വീക്ക് എനിക്ക് ഫുൾ ഭയങ്കര സ്ട്രക്ചേർഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണമെന്നില്ല, അത് ഞാൻ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ സ്ട്രക്ചർ. എനിക്ക് മൺഡേ ആണെങ്കിലും ട്യൂസ്ഡേ ആണെങ്കിലും രാവിലെ അയ്യോ ഞാനിത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനേ എനിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർ സിസ്റ്റം എനിക്കുള്ളതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ സൺഡേ എപ്പോഴും ഇരുന്ന് ഒന്ന് സ്ട്രക്ചർ ചെയ്യാനായിട്ട് നോക്കുക. എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ലൈക്ക് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാര്യം കുറച്ച് പേരെങ്കിലും എന്തായാലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അർഷദ് ഖാദറിൻ്റെ കൂടെയായിരുന്നു ആ പോഡ്കാസ്റ്റ്. നമസ്കാരം മലയാളീസ് ബൈ അർഷദ് ഖാദർ എന്നാണ് അവരുടെ പോഡ്കാസ്റ്റിൻ്റെ പേര്. ആൻഡ് അവരുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു ഞാൻ. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു മിനി വ്ളോഗായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വീട്ടിൽ വന്ന് അത് ഔട്ടായി അത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ചെറിയതായിട്ട് ക്രിഞ്ചൊക്കെ തോന്നി. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ടോട്ടലി എ പാർട്ട് ഓഫ് ഇറ്റ്, കുഴപ്പമില്ല. ആൻഡ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ കണ്ടു, എനിക്ക് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും എന്തായാലും കണ്ടു നോക്കണം എന്തായാലും. ആൻഡ് ഐ വോണ്ട് ടു നോ യുവർ ഒപ്പീനിയൻസ് ഓൾസോ. മെയിനായിട്ട് നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ലിങ്ക്ഡിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഫ്രീലാൻസിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ആൻഡ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിന്ന് പുറത്ത് പോയപ്പോൾ കമ്മലൊക്കെ നോക്കിയിട്ടോ. കമ്മൽ വാങ്ങുകയും ചെയ്തു. എനിക്കിങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ കമ്മൽ വെച്ചേക്കൂലേ, അങ്ങനത്തെ കമ്മലുകൾ. അല്ലാണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൽ ഇവിടെ പത്മനാഭ സംശയത്തിൻ്റെ അവിടെയൊക്കെ കുറേ ഷോപ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഷോപ്സ്. ചാലയിലുണ്ട് ചെറിയ ചെറിയ ഷോപ്സ്. അവിടെ നിന്നൊക്കെ കുറച്ച് ചീപ്പായിട്ടൊക്കെ നമുക്ക് കമ്മൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള കമ്മലുകളാണ്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമ്മലുകളും ഞാൻ പൊട്ടിച്ചു. എന്നാലും ജസ്റ്റ് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതാ എനിക്ക് ഇത് ഫോക്കസ് ആവണില്ലല്ലോ. ഇത് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ. പക്ഷേ ഞാൻ കമ്മലിടുന്നത് ഭയങ്കര കുറവാണ്. ഈ കമ്മലിടുന്നത് വെച്ചാൽ ഡിഫറെൻറ്റ് കമ്മലുകൾ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ചെറിയ സ്റ്റഡ്, സിമ്പിളായിട്ടുള്ള സ്റ്റഡ്. ഇതൊക്കെ ഞാൻ 20 റുപ്പീസിനാണ് വാങ്ങിയത്. ചെറിയ കമ്മലുകളൊക്കെ ഒരു 20 റുപ്പീസിന് കിട്ടും. പിന്നെ വലിയ കമ്മലുകൾ, ലോങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഹെവി കമ്മലുകളൊക്കെ ഇല്ലേ, അതൊക്കെ 40ക്ക് കിട്ടും. ഇതാ നല്ല കമ്മൽ. ഇത് മറ്റേ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മൽ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഭയങ്കര ക്യൂട്ട് ഒരു കൊറിയൻ സ്റ്റൈലുണ്ട്. ഇതും വേറൊരു കൊറിയൻ ഡിസൈനിലുള്ള ക്യൂട്ട് കമ്മൽ. പിന്നെ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞായിരുന്നു എൻ്റെ ട്രൈപോഡ് കേടായ കാര്യം. അപ്പോൾ ചേച്ചി എനിക്ക് ഒരു ട്രൈപോഡ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്കൊരു ട്രൈപോഡ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ട്രൈപോഡ് ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല. ആമസോൺ ബേസിക്സിൻ്റെ ട്രൈപോഡാണ്. അലൂമിനിയം ഇത് കുറച്ച് വെയിറ്റൊക്കെ ഉള്ളൊരു ട്രൈപോഡാണ്. ഇത് ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്തിട്ടില്ല. അൺബോക്സ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടാം, ഒരു ഷോർട്സ് എന്തായാലും ഇടാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സന്ധ്യ സമയത്തുള്ള സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓരോ നേരത്തും ഓരോ കളറാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു.
നമ്മൾ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എവിടെ പോവാം എന്നുള്ള ഒരു ചർച്ചയായിരുന്നു കുറേ നേരം. ഹലോ, ഇതാണ് മനു ചേച്ചി. എല്ലാവരും അനു ചേച്ചീനായിരിക്കും കൂടുതലും ഷോർട്ട് വ്ളോഗിലൊക്കെ കാണുന്നത്. അനു ചേച്ചീൻ്റെ ട്വിന്നാണ് ഇത് മനു ചേച്ചി. ഇതാണ് അനു ചേച്ചി. ആക്ച്വലി ഈ വ്ളോഗ് ഓണത്തിൻ്റെ സമയത്തുള്ള വ്ളോഗാണ്. അതാണ് റോട്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ നിൽക്കുന്നത്. ആക്ച്വലി എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു പ്രശ്നമുണ്ട്, ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ലാഗാണ്. അപ്പോൾ കുറേ നാൾ മുന്നത്തെ വ്ളോഗായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുക. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, കുറച്ചും കൂടെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടണം എന്നുണ്ട് റിയൽ ടൈമായിട്ട്. അപ്പോൾ ആ സമയത്ത് ഓണത്തിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഒരു സൺഡേ എന്തോ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയി. ഇതാണ് അനുവിൻ്റെ എനർജി. അവൾ എവിടെ പോയാലും ഇങ്ങനെയാണ്. ഞങ്ങൾ ഏകദേശം തീരാറായപ്പോഴാണ് പോയത്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ കാണാൻ പറ്റിയുള്ളൂ. പക്ഷെ നല്ല പരിപാടിയായിരുന്നു. ഞാൻ പേര് മറന്നുപോയി, ഏത് ബാൻഡാണ് വന്നതെന്നുള്ളത്. കുറേ നാൾക്ക് ശേഷം എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയിരിക്കുന്നത്. ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. ഫുൾ ഫാമിലി എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് എൻ്റെ അച്ഛനും അമ്മയും ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും അന്ന് വന്നില്ല.